ഫെലിക്സ് ഇപ്പൊ ഫെലിക്സ് കുറെ ഫൗണ്ടേഴ്സിനൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. വാട്ട് യു റിയലി സീ ആസ് എൻ ഓപ്പർച്യൂണിറ്റി, എസ്പെഷ്യലി കേരള പോലൊരു സ്റ്റേറ്റിൽ എന്ത് ഓപ്പർച്യൂണിറ്റി ആണ് ആസ് എ ഫ്യൂച്ചർ ഇൻ ടെക്നോളജി? വി ആർ ഗോയിങ് എവരിവെയർ, പക്ഷെ ടെക്നോളജിയിൽ എന്താണ്, വാട്ട് യു റിയലി സീ ദ ഓപ്പർച്യൂണിറ്റി എസ്പെഷ്യലി വിത്ത് ഇന്റർനെറ്റ്? ഞാൻ ബാക്കിയുള്ള സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ബാക്കിയുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ നല്ല ടാലൻസ് ഉണ്ട്. വെരി ഗുഡ് ടാലന്റ്, ഇറ്റ്സ് കോൺസെൻട്രേറ്റഡ്. അതാരും അത് ടാപ്പ് ചെയ്തിട്ടില്ല. ദാറ്റ്സ് എ ഹോൾ റിയാലിറ്റി. അപ്പൊ അത് കണ്ടെത്തി അവരെ പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ കമ്പനീസിൽ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ബിഗർ ഓപ്പർച്യൂണിറ്റി അവിടുത്തെ. അതേപോലെ പല ഇതുണ്ട്. കോഡിംഗ് ബൂട്ട് ക്യാമ്പ്സ് ഉണ്ട്, അവിടെ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് ത്രൂ ഒരു കോഡിംഗ് പഠിച്ചിട്ട് ഇവൻച്വലി വർക്ക് ഇൻ കേരള സ്റ്റാർട്ടപ്സ് ആൻഡ് പ്രൊഡക്റ്റ്. ഇതുപോലെ സെയിൽസ് ആയാലും ആൾക്കാർ സെയിൽസ് നാച്ചുറലി സ്കിൽഡ് ആയ ആൾക്കാരുണ്ടാവും. അതെ, സെയിൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ ഡിഫറെന്റ് ഗെയിം. അതെ, ആസ്പിറേഷനലി ആൾക്കാർ ചിലപ്പോൾ സെയിൽസിനോട് ഭയങ്കര താല്പര്യമുള്ള വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, അവര് ഈ പറഞ്ഞ പോലെ പുറത്ത് സ്റ്റേറ്റ്സിൽ പോവാണ്ട് ഇവിടെ തന്നെ ഉള്ള കുറെ സോഫ്റ്റ്വെയർ കമ്പനികളിൽ സോഫ്റ്റ്വെയർ സെല്ലിങ്സ് ഉണ്ട്. ഞാൻ കാണുന്ന ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇന്റർനെറ്റ് ഇറ്റ് സെൽഫ് ഹാസ് ഓപ്പൺഡ് എ ലോട്ട് ഓഫ് തിങ്സ്. എസ്പെഷ്യലി ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് വെട്ടുപാറ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്തു നിന്നാണ്. നമ്മൾ അവിടുന്ന് വന്നിട്ടിപ്പം ഞാനിപ്പം ക്ലോസ് ടു ഒരു 50-60 കൺട്രീസിലുള്ള കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. പ്രൈമറി നമ്മൾ ഇ കൊമേഴ്സ് സെക്ടറിലാണ്. ആൻഡ് പീപ്പിൾ ആർ മേക്കിംഗ് റവന്യൂ ഔട്ട് ഓഫ് ഇറ്റ്. ആൻഡ് എനിക്ക് എന്താ പറയാ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ, നമ്മുടെ ഒരു ക്രേസി കസ്റ്റമർ ഉണ്ട്. ഞാൻ പലയിടത്തും പറയാറുണ്ട്, ഒരു പെറ്റ്സിന് ഓൺലൈൻ വിൽക്കുന്ന ആൾക്കാരുണ്ട്. പെറ്റ്സ് ഇൻ ടേംസ് ഓഫ് എക്സോട്ടിക് പെറ്റ്സ്, പാമ്പ്, പല്ലി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ്. അണ്ടർഗ്രൗണ്ട് റെപ്റ്റൈൽസ്. ഇവര് US-ലെ ഫ്ലോറിഡയിലെ മയാമിയിലാണ് ഇവരുടെ ലൊക്കേഷൻ. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാനവിടെ പോയപ്പം എനിക്ക് ഇൻസ്പയർ ആയത്, ഇവിടെ നോക്ക് നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇവര് വിറ്റ്, ഇവരിതിലൂടെയാണ് പാമ്പിനെയും പല സാധനങ്ങളെയും വിൽക്കുന്നത്. ഞാനപ്പോ എനിക്ക് അവരെ ഒരു പാമ്പെടുത്ത് തലയിലിട്ട് വന്നു. എല്ലാം ക്രേസി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് പ്രൈമറിലി അപ്പം ആ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് അതർ പാർട്ട് ഓഫ് ദ വേൾഡ്. ആൻഡ് it's all came through internet, just online internet. Right. And പണ്ടെന്താന്ന് വെച്ചാൽ, പണ്ട് ഇന്ത്യയിലെ ടെക്നോളജി, പണ്ട് ഐഫോണൊക്കെ ലോഞ്ച് ചെയ്ത സമയത്ത് കുറെ കാലം ഇന്ത്യയിലെത്തിയത്. ഇന്ന് US-ലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫോണോ പുതിയ ടെക്നോളജി ലോഞ്ച് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ ഡയറക്ട്ലി ഇവിടെ എത്തുന്നുണ്ട്. അത് ഫിസിക്കൽ സാധനങ്ങള്. ഇനിയിപ്പോ ഡിജിറ്റൽ ആണെങ്കിൽ ഇപ്പം ChatGPT, OpenAI, GPT സ്റ്റോർ തുടങ്ങിയിട്ട് 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലും വന്നു. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ആ ഇന്റർനാഷണൽ ബോർഡേഴ്സ് ഇല്ല, എസ്പെഷ്യലി ഓൺലൈൻ ബിസിനസ്സുകൾക്കോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ സെല് ചെയ്യുന്ന സാധനങ്ങൾക്ക്. അപ്പം നമുക്കത് എവിടെ ഇരുന്നു ബിൽഡ് ചെയ്യാം. അതിന്റെ ഒരു ടൈപ്പ് പ്ലേ ബുക്കും അതെങ്ങനെ ചെയ്യണം എന്നുള്ളതുമാണ് അവിടുത്തെ. ഇതുപോലത്തെ കമ്മ്യൂണിറ്റീസ്, കേരള പ്രൊഡക്ഷൻ പോലെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അവിടുത്തെ ഇതുപോലെ സിമിലർ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. അതൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മള് എന്തെങ്കിലും സാധനം ബിൽഡ് ചെയ്യാം. ഇറ്റ് ഡസന്റ് ഹാവ് ടു ബി പെർഫെക്റ്റ്. നമ്മളിപ്പോ ഒരു എന്തെങ്കിലും ക്രോം എക്സ്റ്റൻഷനോ ഷോപ്പിഫൈ ആപ്പോ ആപ്പ് സ്റ്റോറിലെ ആപ്പോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കിയിട്ട് കുറച്ച് സംഭവം വിറ്റാലും മതി. എന്ത് വിറ്റാലും മതി. ഇറ്റ് കുഡ് ബി ഓൺലൈൻ കൊമേഴ്സ്, ഡ്രോപ്പ് ഷിപ്പിംഗ് ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഡസന്റ് മാറ്റർ. As long as you are able to connect with other people, talk to them. ഇവരായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് എന്നുള്ളത്. അതെ, പല ആൾക്കാർക്കും അറിയില്ല. മീൻസ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോ ഷോപ്പിഫൈ പോലും അറിയാത്ത ആൾക്കാർ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സെൽ ചെയ്യുന്നുണ്ട്. അവര് ഈ പറഞ്ഞ കേരള പ്രൊഡക്ഷൻ പോലത്തെ ഇവന്റുകൾക്കോ മീറ്റപ്പുകൾക്കോ വരാണെങ്കിൽ അവർ ഈ ഷോപ്പിഫൈ പോലത്തെ പ്ലാറ്റ്ഫോം പഠിക്കാൻ പറ്റും. തിങ്ക് ബിഗർ, എങ്ങനെ ഒരു വെബ്സൈറ്റ് ബ്രാൻഡ് ഉണ്ടാക്കാൻ പറ്റും, ആഡ് റൺ ചെയ്ത് എങ്ങനെ റവന്യൂ കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ ഒരു കമ്മ്യൂണിറ്റി ത്രൂ ലേണിംഗിലാണ് വർക്ക് ചെയ്യാനുള്ളത് കൂടുതൽ. എക്സാക്ട്ലി. ഞാൻ ഒരു 1-2 സമയത്ത് ഇൻസ്റ്റഗ്രാമില് 1-2 റീലോ കാണാറുണ്ട്. ചില ആൾക്കാര് ഇവർക്ക് ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം സെല് ചെയ്യുന്നുണ്ടാവും. ഇവരെന്താ ചെയ്യുന്ന വെച്ചാല് ഓർഡേഴ്സ് ഇവർക്ക് കൂടിയിട്ട് ഇവർക്ക് ഷിപ്പ് ചെയ്യാനതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫണ്ടമെന്റലി ഇപ്പം ഡെലിവറി അല്ലെങ്കിൽ ഷിപ്പ് റോക്കറ്റ് ചെയ്ത സാധനം വെച്ചിട്ട് നമ്മള് ആ ലേബിൾസ് പ്രിന്റ് ചെയ്ത്
പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ വന്ന് അവർ എടുത്തിട്ട് പോകും, എന്നിട്ട് അവർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കും. ഒരു മെജോറിറ്റി ചങ്ക് ഓഫ് ഇതിലേക്ക് അത്ര ഇൻവോൾവ് ആവാത്ത ആൾക്കാർക്ക് ഇത് അറിയില്ല. ഇവരിപ്പോഴെന്താ ചെയ്യുന്നത്, ഇവിടെ എല്ലാം പാക്ക് ചെയ്ത് വെക്കും, എന്നിട്ട് ഇവരെല്ലാം എടുത്ത് കൊറിയർ ഓഫീസ് കൊണ്ടു കൊടുക്കും, അവിടെ നിന്നാണ് അത് ഷിപ്പ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിന്റെ ഒരു എൻഡ് ടു എൻഡ് ഫ്ലോ. പിന്നെ ഇവരെന്ത് ചെയ്യേണ്ടി വരും, ഈ ഓരോ കസ്റ്റമേഴ്സിനും മാനുവലി ഇതിന്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണം. റൈറ്റ്. ഇതൊക്കെ ഷിപ്പ് റോക്കറ്റ് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓർഡേഴ്സോ അഡ്രസ്സോടെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്കൊരു പേപ്പർ ഇത് പ്രിന്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ട്രാക്കിംഗ് എല്ലാവരും അയച്ചോളും. അപ്പം ആ ടെക്നോളജിയിലേക്കുള്ള സാധനങ്ങൾ എനിക്ക് വന്ന് കുറെ കൂടി കൊളാബറേറ്റീവ് മൈൻഡ് ആണ്. അപ്പൊ അത് സിമിലർ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, ഇതില് നെറ്റ്വർക്ക് ആയിട്ട് ചെയ്യാം. അപ്പൊ അതില് പ്രൊഡക്റ്റ് പോലെ കമ്മ്യൂണിറ്റി കുറെ കൂടി ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആണ്.